ഇനിയും ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പും. നിങ്ങളുടെ ഗെയിമിംഗ് ലാപ്ടോപ്പിന്റെ പെർഫോമൻസ് കുറയാനുള്ള ഏറ്റവും വലിയ കാരണം എന്താണെന്നറിയോ? ടെമ്പറേച്ചർ ഒരുപാട് കൂടുമ്പോൾ, എസ്പെഷ്യലി CPU-ന്റെ ടെമ്പറേച്ചർ ഒരുപാട് കൂടുമ്പോൾ, ലൈക്ക് 90-95 ഡിഗ്രി ഒക്കെ ആകുമ്പോൾ നടക്കുന്ന ഒരു പ്രോസസ്സാണ് തെർമൽ ത്രോട്ട്ലിംഗ്. തെർമൽ ത്രോട്ട്ലിംഗ് എന്ന് പറഞ്ഞാൽ CPU-ന്റെ ടെമ്പറേച്ചേഴ്സ് ഒരുപാട് കൂടിക്കഴിയുമ്പോൾ CPU ഡാമേജ് ആകാതിരിക്കാൻ വേണ്ടി CPU-ന്റെ ക്ലോക്ക് സ്പീഡ്സ് ഓട്ടോമാറ്റിക്കായി കുറയുന്നു, അഥവാ അണ്ടർ ക്ലോക്കിംഗ് നടക്കുന്നു. ഇങ്ങനെ അണ്ടർ ക്ലോക്കിംഗ് നടക്കുമ്പോൾ നമ്മുടെ ഗെയിമിലെ FPS-ഉം ഒറ്റയടിക്ക് വളരെയധികം കുറഞ്ഞു പോകുന്നതാണ്. ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനായി പലരും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ലാപ്ടോപ്പ് കൂളേഴ്സ്. ഫ്ലിപ്കാർട്ടിലും ആമസോണിലും എല്ലാം 500-600 റുപ്പീസിന് ലാപ്ടോപ്പ് കൂളേഴ്സ് അവൈലബിൾ ആണ്. എന്നാൽ ഇതും കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. ലെറ്റ് മീ എക്സ്പ്ലെയിൻ. ഈ ലാപ്ടോപ്പ് കൂളേഴ്സിലുള്ള ഫാനിന്റെ RPM എന്ന് പറയുന്നത് ലാപ്ടോപ്പിന്റെ ഇന്റേണൽസ് കൂളാക്കാൻ മാത്രമുള്ളതൊന്നുമില്ല. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, ഓരോ ലാപ്ടോപ്പിന്റെയും ബാക്ക് സൈഡിലുള്ള എയർ ഇൻടേക്ക് വെന്റ്സ് പല സൈസിലും പല പൊസിഷനിലുമാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വാങ്ങിക്കുന്ന ലാപ്ടോപ്പ് കൂളർ നിങ്ങളുടെ സ്പെസിഫിക് ലാപ്ടോപ്പിന്റെ എയർ ഇൻടേക്ക് വെന്റ്സിനെ ടാർഗറ്റ് ചെയ്യണമെന്നില്ല. എന്നാൽ RPM കൂടിയ ലാപ്ടോപ്പ് കൂളേഴ്സ് ടെമ്പറേച്ചർ കുറയ്ക്കാൻ തീർച്ചയായും സഹായിക്കും, ബട്ട് ദേ ആർ റിയലി എക്സ്പെൻസീവ്. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ടെമ്പറേച്ചർ കുറയ്ക്കാൻ പറ്റിയ ഒരു കാര്യം എന്താണെന്നറിയും? ജസ്റ്റ് എലിവേറ്റ് യുവർ ലാപ്ടോപ്പ്. നിങ്ങൾ ഗെയിം കളിക്കുന്ന ടൈമിൽ നിങ്ങളുടെ ലാപ്ടോപ്പ് ഒരു 15-20 ഡിഗ്രി ആംഗിൾ പൊക്കി വെച്ച് ഉപയോഗിക്കുക. അതിന് നിങ്ങൾക്ക് വളരെ ചീപ്പായിട്ടുള്ള ഒരു ലാപ്ടോപ്പ് സ്റ്റാൻഡ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വെച്ച് ലാപ്ടോപ്പ് ഒന്ന് പൊക്കി വെക്കുക. ഇങ്ങനെ പൊക്കി വെക്കുമ്പോൾ പ്രോപ്പർ എയർ ഫ്ലോ നടന്ന് ഓൾമോസ്റ്റ് 5-10 ഡിഗ്രീസ് ഉറപ്പായിട്ടും ടെമ്പറേച്ചർ കുറയുന്നതാണ്. സോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഗ്യാരണ്ടീഡ് ആയിട്ടും പെർഫോമൻസിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുന്നതാണ്. ഇതുപോലെ ലാപ്ടോപ്പിന്റെ പെർഫോമൻസ് കൂട്ടാനുള്ള കൂടുതൽ സെറ്റിംഗ്സിനായി ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക.